അങ്ങനെ നമ്മളുടെ എത്രാമത്തെ പാർക്ക് ഇത്? എത്രാമത്തെ പാർക്കാ ഇത്? നാലാമത്തെ പാർക്കല്ലേ? നാലാമത്തെ സ്ഥലല്ലേ? ആ, അപ്പൊ നമ്മള് നാലാമത്തെ പാർക്ക് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ട്രിപ്പിന്റെ നാലാമത്തെ പാർട്ടാണിത്. എന്താണ് നമ്മളിവിടെ എത്തി? തൃശ്ശൂർ സൂ. നമുക്ക് പോയേക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും സൂവിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഈ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ഇതിൻ്റെ ഓൺ വോയിസ് ആയിട്ട് കേൾക്കുന്നതാണ്. ആനിമൽസിൻ്റെ സൗണ്ടും ഒക്കെ കേട്ടിട്ട് കാണുന്നതല്ലേ അത് നല്ലത്. തത്തനെ ഇങ്ങനെ കൂട്ടിലടച്ചിടാൻ പാടില്ലല്ലോ. ദെൻ ഹൗ ദേ എന്താണ് കോയിന്റെ മയത്തെന്തോ സാധനം, കൊക്കിന്റെ മയത്തെന്തോ സാധനം. അവിടെ ആരോ ഉണ്ട്. കാണുന്നുണ്ടോ ഗായ്സ്? മുള്ളം പന്നി. ശോഷിച്ചിരിക്കുന്നു. നല്ല ഭംഗിയില്ല മുഖം കാണുന്നു. തൃശ്ശൂർ സൂ ഇപ്പോൾ പുതിയതായിട്ട് വേറൊരു സ്ഥലത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ. അതിനെക്കൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണോ എന്നൊരു ഡൗട്ട്. മെയിൻ്റനൻസ് ഇല്ല. ആനിമൽസ് ആയാലും കുറേ ആനിമൽസ് ഒന്നും ഇപ്പം ഇല്ല അവിടെ. കുറേ ഇതൊക്കെ മാറ്റി എന്നൊക്കെ പറയപ്പെടുന്നു. നമ്മൾ ഫസ്റ്റ് അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. പുതിയത് ഓപ്പൺ ആയി എന്നൊക്കെയാണ് യൂട്യൂബിൽ കണ്ടത്. പക്ഷെ അത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം ആരെങ്കിലും ഒരു വീഡിയോയെ കണ്ടിട്ടുള്ളൂ. ആ വീഡിയോ കണ്ടിട്ട് എന്തായാലും പോകാൻ നിൽക്കണ്ട. ആ സൂ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. പണി കാര്യങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. മിക്ക ആനിമൽസിനും കാണാൻ പറ്റി. ചില ആനിമൽസ് നമ്മൾ ഞാനിതിൻ്റെ മുന്നേയും പോയിട്ടുണ്ട് അവിടെ. പക്ഷെ ആ ആനിമൽസിനൊന്നും ഇപ്പോൾ അവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ മാറ്റിയതാണോ എന്താണെന്ന് അറിയില്ല കറക്റ്റ്. ചിലതൊന്നും അവിടെ ഇല്ല. ചിലതൊക്കെ ഒന്ന് ശോഷിച്ചങ്ങേ എത്തി നല്ല പ്രായമായതും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ മുന്നേ ബാംഗ്ലൂരും സൂവിൽ പോയിട്ടുണ്ട്. അവിടുത്തൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളിതൊന്നും ഒന്നുമല്ല. കാരണം അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഓരോ പെറ്റ്സിനൊക്കെ നോക്കുന്നത്. ബാംഗ്ലൂരും മൈസൂരും രണ്ടും നല്ല വൃത്തി നീറ്റായാലും ആൾക്കാർ നടക്കുന്ന സ്ഥലമായാലും ആനിമലിൻ്റെ കേജായാലും ഒക്കെ നല്ല വൃത്തിയിലാണ്. പക്ഷേ ഇത് കുറച്ച് കുറവാണോ എന്ന് എനിക്ക് തോന്നി. അവിടെ കണ്ടപ്പം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി എന്താണെന്നറിയില്ല. ഇനി രാവിലെ ക്ലീൻ ചെയ്തതാണോ? ഞങ്ങൾ വൈകുന്നേരം പോയത്. വൈകുന്നേരം വീണ്ടും ക്ലീൻ ചെയ്യോ ഇല്ലയെന്നൊന്നും അറിയില്ല. അങ്ങനെ തോന്നി കാര്യങ്ങളൊക്കെ. ഇതിനുള്ളിലൊരു ആളുണ്ട് ഗൈസ്. ആള് നല്ല ഉറക്കത്തിലാണ്. Moné.
മോനെ ഇങ്ങോട്ട് വാ മോനെ. ഒന്ന് കഴിച്ചിരിക്കും. ഒന്ന് ഗർജിച്ചാൽ നമ്മൾ എല്ലാവരും വയസ്സായിക്കുന്ന പല്ലൊക്കെ പോയിക്കുന്ന കുറേ അത് പറയണ്ട. ക്ലിപ്പിടാൻ അയക്കുന്നത് ഇതുപോലത്തെ പെറ്റ്സിൻ്റെ സ്ഥലങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഫാമോ കാര്യങ്ങളോ നമുക്ക് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത സ്ഥലം തന്നെ ആവണമെന്നില്ല. ഇല്ലാതെ നമുക്ക് പോയി പെർമിഷൻ എടുത്തുകൊണ്ട് കയറാൻ പറ്റുന്ന അങ്ങനത്തെ സ്പേസ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കാം. നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ് പെറ്റ്സിൻ്റെ ഏരിയകൾ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് പോകൽ എവിടെയും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചിട്ടായിരിക്കും ആ ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഇതിന് മുന്നേ ബാംഗ്ലൂർ പോയതും ഈ ഒരേ ഉദ്ദേശത്തിന് തന്നെയാണ് പോയിരുന്നത്. അന്ന് പിന്നെ യൂട്യൂബും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ എപ്പോഴും ലാപ്പിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. ഞാൻ അതിൻ്റെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ കയറി ചായ ഒക്കെ കുടിച്ചു. തൃശ്ശൂരിൽ പുതിയ തുടങ്ങാൻ പോകുന്ന സൂ ഇതിലും സെറ്റപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോവാൻ. അങ്ങനെ സൂല് മൃഗങ്ങളൊക്കെ കണ്ട ശേഷം ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത പാട്ടാക്കിയിട്ടില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരെ